തട തട ട്രേഡിൻ്റെ കട എടാ തന്നില്ല. ശേ, ഇന്ത്യയിലുണ്ടോ ഉണ്ടോ ട്രേഡിൻ്റെ? ഇല്ല. ബാലന്തിലോ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്തിവിടെ വന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പോർട്ടലൊക്കെ വന്നതാണ്. കാരണം എന്തിനാ വെച്ചാൽ എനിക്കൊന്ന് മെൻറ്റ് ചെയ്യണം. എൻ്റെ ഈ ഒരു പിക്കാക്സ് പൊട്ടാൻ ഇത് ഇവിടെയാണ്. അപ്പോൾ ഞാൻ ട്രേഡിൻ്റെ ഉള്ള ഒരുത്തനെ കണ്ടായിരുന്നു. അവനെ അടിച്ച് കൊല്ലുന്നതിന് മുന്നേ ഒന്ന് എടുത്ത് വെച്ചാണ്. അഥവാ ട്രേഡിൻ്റെ കിട്ടിയാൽ നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചാലും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നെടുത്താണെന്ന്. ഞാൻ അതിൻ്റെ ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കാൻ പോവാം. അതുകൊണ്ടാണ് ഈ അയൺ എടുത്തത്. അതിനകത്ത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ല. അപ്പോൾ ഇത് എടുത്തിട്ട് ഇതിൽ നിന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി ഇതോടെ വെച്ച് അത് മതി. എന്നിട്ടുണ്ട് ഓക്കെ, ഇതങ്ങ് പൊട്ടിച്ചെടുത്തിട്ട് ഇതിലോട്ട് വെക്കാം, നമ്മുടെ എൻ്റർ ചെസ്റ്റിലോട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിളിൽ വേറെ ഉണ്ടാക്കേണ്ടി വരില്ല. ഇതങ്ങ് പൊട്ടിച്ചെടുക്കുക. അയ്യോ, കിട്ടി. ഈ സ്റ്റോണൊന്ന് കളഞ്ഞേക്കാം. ഇതിലോട്ട് ലേശം ഒരു ബക്കറ്റ് വെള്ളം. ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് വെച്ചാൽ അന്നൊരു ദിവസം ഞാൻ മണ്ടത്തരം കാണിച്ചിട്ട് ചത്തായിരുന്നു. ഇനി ഇങ്ങോട്ടാണ് വെള്ളം വെക്കേണ്ടത്. അയ്യോ, ഇങ്ങോട്ട് പോകല്ലേ, താഴത്തോട്ട് പോകാം. താഴത്തോട്ട് പോകുന്നു. ഓക്കെ, ഇവിടെ എത്തി. അത് കണ്ട ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ നേരെ ചാടി കഴിഞ്ഞാൽ ഇവിടെ ഫാൾ ഡാമേജ് കാരണം ചത്തേനെ. അതുകൊണ്ടാണ് ഞാൻ വെള്ളം വെച്ചിട്ട് വന്നത്. വെള്ളം എടുക്കാൻ പറ്റൂല, ഇവിടെ ഫ്ലോ ആയിക്കൊണ്ടിരിക്കും. കുഴപ്പമില്ല, തിരിച്ചു പോകാനുള്ള വഴിയായി. ഇനി ഇതിലോട്ട് ഒറ്റച്ചോട്ടം. ഓക്കെ, നീ നേരെ എൻ്റർ ഫാമിലോട്ട് ഉണ്ടാക്കിയ ശേഷം ഞാൻ പിന്നെ ഇങ്ങോട്ട് തിരിച്ച് നോക്കിയിട്ട് പോലില്ല കേട്ടോ എൻ്റർ ഫാം. ഓക്കെ, ഇതാ എൻ്റർ ഫാം ഇവിടെ. അയ്യോ, ലേശം എക്സ് പി വേണമായിരുന്നു. ഞാൻ എക്സ് ആക്കിയിട്ട് ഇതൊന്ന് മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതാ ഫുള്ള് എൻ്റെ എല്ലാം മെൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് മെൻറ്റ് ചെയ്യാൻ വരേണ്ടി വരില്ല തോന്നുന്നു. ഇനിയിപ്പോൾ ഞാൻ നേരെ തിരിച്ച് എൻ്റെ ബേസിലോട്ടൊന്ന് പോട്ടെ. ഇവിടെ എത്തി. രാത്രിയാണോ? രാത്രി. അപ്പോൾ കിടന്നുറങ്ങാം. ഇതെന്തോരം മോബ്സ്. ഞാൻ ഒന്ന് പോയി വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് മോബ്സായി. ഇതാ നമ്മുടെ മെഡീവൽ വില്ലേജിൻ്റെ ഇവിടെ വില്ലേജ് വരുന്ന സ്ഥലത്ത് നിന്ന് കളിച്ചിക്കുള്ള സ്ഥലമാണ് വിചാരിച്ചത്. അവനെ കൊന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതിലോട്ട് 2-3 എമറാൾഡും കൂടി ഇതിങ്ങനെ വെച്ച് കൊടുത്ത്, അപ്പോൾ ലേശം കൂടി രസമാണെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ അറിയില്ല, നല്ല രസമുണ്ട് കാണാൻ. ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും 2 അല്ലെങ്കിൽ 1 ബേസ് ഉണ്ടാക്കും. ഇത് ഒരു വീട് ഇവിടെ ഉണ്ടാക്കാം. ഇത് പിന്നെ ഇവിടെ ഒരു മാർക്കറ്റും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എന്തായാലും വേഗം ഉണ്ടാക്കട്ടെ. ഇതിന് വേണ്ടി സിമ്പിളാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ വേഗം ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, ഞാനിത് ഇവിടെ ചെറിയൊരു മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലത്തെ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു കാണുമ്പോൾ. ഇങ്ങോട്ട് സൈഡിൽ വെച്ച് ഞാൻ വലുതാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇതാണ് ഫസ്റ്റത്തെ മെഡീവൽ ഹൗസ്. കുഴപ്പമില്ല. ഇതേപോലത്തെ ഈ ചെറുത് പിന്നെ ഒരു വലുതും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 മോഡൽ ഹൗസസ് ആയിരിക്കും വരുന്നത്. ഒന്ന് ഇതേപോലത്തെ ചെറുതും ഒന്നൊരു 2 നിലൻ്റെയും. ഓക്കെ, അപ്പോൾ ഒന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കാം, ഇതിൻ്റെ അടുത്ത് തന്നെ. പക്ഷേ ഇങ്ങോട്ട് മാറ്റി ഉണ്ടാക്കണം, കാരണം റൂഫ് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കണം. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, സ്ഥലമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടേക്ക് സ്ഥലം വെച്ചാൽ മതി. ഇവിടെ ഉണ്ടാക്കുമ്പോഴാണ് പ്രശ്നം. ഒരു വീട് ഞാൻ വെറുതെ ഇങ്ങോട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇങ്ങോട്ട് മാറ്റി ഉണ്ടാക്കേണ്ടി വരും. ഇനി ഇത് മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ മൊത്തം ഗ്രാസ് ആക്കും. ഈ ഒരു ലാൻഡ് ഗ്രാസ് ആക്കും. പിന്നെ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഇനി ഞാൻ ഒരു ഹൗസ് ഉണ്ടാക്കുന്നതിന് പകരം ഇവിടുത്തെ ഗേറ്റ് ഒന്ന് ഡിസൈൻ ചെയ്തായിരുന്നു. ഗേറ്റും ഒരു മതിൽ. പിന്നെ ഗേറ്റ് ഡിസൈൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കൂടി പറഞ്ഞുതരാം, അത് കാണിച്ചു തരാം. റീപ്ലേ കൂടെ നോക്കാൻ നിൽക്കണ്ടല്ലോ. ഇങ്ങനെ ഇതാക്കി ആ ഒരു മൈനിങ് ഏരിയക്ക് കൊടുത്ത് അതേ ഡിസൈൻ പോലെ ആക്കിയാലോ എന്നാണ് എൻ്റെ ഒരു ഐഡിയ. അത് രസം ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് മാറ്റാൻ വേണമെങ്കിൽ ഇങ്ങനെ ഇവിടെ പറഞ്ഞിങ്ങനെ ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ. രസമുണ്ടല്ലേ ഇത് മിഡിയിൽ. ശരി, ഇനി നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താം. അതേപോലെ തന്നെ ആക്കിയിടാൻ പറ്റുമല്ലോ. ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ എന്നിട്ട് താഴെ 2 സ്ലാബ് വെക്കാം. ഇപ്പം എങ്ങനെ ഉണ്ടാവും? ഇവിടെ ഒരു സ്ലാബ്. ഇപ്പം എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല.
നമുക്ക് ഈ ഒരു സൈഡിൽ ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കാം. ഇപ്പം ഇച്ചിരി കൂടി രസമുണ്ട്. ഒരു 2 ട്രാപ്പ് ഡോറും കൂടി ഞാൻ ഉണ്ടാക്കി തരാം. ഇതാ ഈ താഴെ സ്ലാബ് വേണോ? താഴെ സ്ലാബ് വേണ്ട. ഇപ്പം റെഡി. ഈ കുറച്ച് ഗ്യാസൊക്കെ പൊട്ടിച്ച് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ ഇത് രസമുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ 2 ലാൻഡേൺ തൂക്കിയിടാം ഇപ്പുറത്തും. അത് വേണ്ടല്ലേ? വേണ്ട. ഇനി നമുക്ക് ഒരു മതിൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇതിങ്ങനെ വെക്കുന്നു, സ്ട്രിപ്പ് ചെയ്യുന്നു, വീണ്ടും സ്ട്രിപ്പ് ചെയ്യുന്നു, തീർന്നു. ഒന്നും കൂടി ഇതാ. ഇനി ഇതിൻ്റെ മണ്ടയിലോട്ട് എന്ത് ചെയ്യും? ഈ ഒരു സ്റ്റോൺ ബ്രിക്കിൻ്റെ സ്ലാബ് എടുത്ത് ഇങ്ങനെ വെക്കും. അപ്പോൾ ഒരുത്തനും കയറുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ എന്തായിരുന്നു, ഗേറ്റ് വെക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നു, ഫെൻസ് ഗേറ്റ്. ഇങ്ങനെയാണെങ്കിൽ ഫെൻസ് ഗേറ്റ് വെക്കാൻ പറ്റില്ല. അപ്പോൾ അവന്മാർ ഇറങ്ങാണ്ടിരിക്കാൻ എന്ത് ചെയ്യും? ഞാൻ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിങ്ങോട്ട് പൊട്ടിക്കണം, ഇതും ഇങ്ങോട്ട് പൊട്ടിക്കണം. ഇത് ഇരുന്നോട്ടെ. താഴെ 3 ഫെൻസ് ഗേറ്റും വെച്ചെടുക്കാം. ഞാൻ കിടന്നുറങ്ങി തരാം. ഞാൻ എന്താ ഗേറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല. ഇത് മതി. ഇത് രസമുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ സൈഡത്തെ ഇതും കൂടി ഒന്ന് മാറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ ഓക്കും വെച്ച് കൊടുക്കാം. ഓക്കെ, ഇതാ ഞാൻ ഇത്രയും ഈ ഫ്രണ്ട് ഭാഗം മൊത്തം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണാൻ. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല, കാരണം ഫുള്ള് വീടുണ്ടായി കഴിഞ്ഞിട്ട് സൈഡിലോട്ടും ആ ഒരു ബാക്കിലും വെക്കുന്നുണ്ട്. ഇവിടെ വെക്കുന്നില്ല, ഇവിടെ ഇതായതുകൊണ്ട്. ഇവിടെ വേണമെങ്കിൽ എനിക്ക് നടുക്ക് അവിടെ ഉണ്ടാക്കിയ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ടാക്കാം. അപ്പോൾ ഭയങ്കര ഇതായി പോകില്ല. അപ്പോൾ ബാക്കിയത്തെ ബിൽഡിംഗ് ഒന്നും കാണൂല. ഈ നടുക്കത്തെ ഒരു ഇത് കളയാൻ വേണ്ടി ഞാൻ വേണമെങ്കിൽ ഒരു കസ്റ്റം ട്രീ ഉണ്ടാക്കാം. അത് സെറ്റായിരിക്കും. എന്നാൽ ഞാൻ ഒരു വീടും കൂടി ഉണ്ടാക്കാം. അതിവിടെ ആയിട്ട് ഉണ്ടാക്കാം, വലിയത്. ഓക്കെ, ഞാൻ എന്തായാലും പോയിട്ട് ഒന്ന് ഉണ്ടാക്കി തരാം. അതാകുമ്പോൾ ചെറിയും കൂടി പണി കുറച്ച് ഒരു 2 എപ്പിസോഡ് കൊണ്ട് ഇനിയിപ്പോൾ തീർക്കാൻ പറ്റും. കാരണം ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ 3 വീടും ഇവിടെ ഗ്രാസ് ആക്കുന്നതിന് പിന്നെ മതിലിൻ്റെയും കൂടെ അല്ലേ പണിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ 2 നിലേൻ്റെ വീടുണ്ടാക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇത് 2 സെയിം റൂഫ് സ്റ്റൈലാണ്. ഈ സൈഡത്തെ മാത്രം നോക്കാണ്ട് ബാക്കിയുള്ള നോക്കിയാൽ മനസ്സിലായത് സെയിം റൂഫ് സ്റ്റൈലാണ് ഇതിന് 2നും കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ 2 ബിൽഡിംഗ് തന്നെയായിരിക്കും മെയിനായിട്ട് ഉണ്ടാവുക. വേണമെങ്കിൽ ഒരു വേറെ സ്റ്റൈലും കൂടി ഉണ്ടാക്കിയിട്ട് വെക്കും. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ നമ്മൾ കുറേ പ്രോഗ്രസ് ചെയ്ത് ഇവിടെ തന്നെ ഇതുണ്ടാക്കി ഇതൊന്ന് കുറച്ച് ഡിസൈൻ ചെയ്ത്, കുറച്ചല്ല ഫുള്ള് ഡിസൈൻ ചെയ്ത് ഇതും ഉണ്ടാക്കി. ഇനിയിപ്പോൾ 3 ബിൽഡും ഈ ചുറ്റുമുള്ള മതിലും ഇവിടെ കുറച്ച് ഒരു ചെറിയൊരു മരം ഞാൻ എന്തായാലും ഇവിടെ കൊണ്ടുവരും. ഈ നടുക്ക് എന്നിട്ട് ഞാൻ സാപ്ലിങ് ചോക്ക് തന്നെ നടും. അല്ലെങ്കിൽ ഞാൻ കസ്റ്റം മെയ്ഡ് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കി വെക്കും. എൻ്റെ റോക്കറ്റ് തീരാറായി. റോക്കറ്റ് വെട്ടിയിൽ കുറച്ചധികം ഞാൻ റോക്കറ്റ് എടുത്ത് വെച്ചായിരുന്നു. ഓക്കെ, ഇതിങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട്. ഓക്കെ, അതങ്ങ് ഫ്യൂൽ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ഇത്ര ചെയ്യുന്നുള്ളൂ. അടുത്ത എപ്പിസോഡിൽ തന്നെ ഇത് ഫിനിഷ് ആക്കാൻ പറ്റുമെങ്കിൽ ഈ മിഡിവൽ വില്ലേജ് ഇവിടെ തന്നെ ഞാൻ ഫിനിഷ് ആക്കും. അതിൻ്റെ അടുത്ത പ്രൊജക്റ്റിലോട്ടോ അല്ലെങ്കിൽ ഫാമിലോട്ടോ പോകും. അഥവാ എനിക്ക് ഇവിടെ അതായത് അടുത്ത എപ്പിസോഡിൽ നിർത്താം, അതായത് ഇത് ഫുള്ളാക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യും. കാരണം നാളെ സ്കൂളുണ്ടല്ലോ, നാളെ സ്കൂളിൽ പോയി വന്നിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ബൈ ബൈ.